ഹായ് ഗേസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഓവനും ബീറ്ററും അതുപോലെ മുട്ടയും ഒന്നും ചേർക്കാതെ തന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കൂടാതെ ഇപ്പോൾ മാങ്ങയ്ക്ക് കിട്ടുന്ന ഒരു സീസണും കൂടിയാണ്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് നമുക്ക് ഫ്രഷ് മാങ്ങ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കേക്കിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നാരില്ലാത്ത മാങ്ങ വേണം കേട്ടോ എടുക്കാൻ. നാരുള്ള മാങ്ങ ഈ ഒരു കേക്കിലേക്ക് പറ്റില്ല. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ അരക്കപ്പ് വേണ്ടി വരില്ല, ഒരു 1/4 കപ്പൊക്കെ മതിയാവും. അപ്പോൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി ഒരു മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ട് വരണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ മാങ്ങയിൽ കൂടുതലായിട്ട് നിങ്ങൾ അരച്ചെടുത്തപ്പോഴൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ട് ഇതുപോലെ ഒരു തിക്കായിട്ടിരിക്കുന്ന ആ ഒരു പരുവത്തിലാവുമ്പോൾ ഓഫാക്കിയാൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെച്ചിട്ട് പകരം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കേക്ക് കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഒരു പാകത്തെ മധുരമാണ് കേട്ടോ. ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് വരെ ആവാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ, തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാംഗോയുടെ മിൽക്ക് മിക്സ് ഉണ്ടെങ്കിൽ അതൊരു 2 ഡ്രോപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്കിന് നല്ലൊരു കളറൊക്കെ കിട്ടും. മാംഗോയുടെ ഫ്ലേവർ അല്ലാതെ തന്നെ നമ്മൾ മാംഗോ നേരിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ടൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 2 ഡ്രോപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ വിസ്ക് തന്നെ വേണമെന്നില്ല, ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേക്ക് ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാംഗോയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതൊരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വിസ്ക് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാം യോജിച്ച് കിട്ടിയാൽ പിന്നെ കൂടുതലായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ കേക്ക് അത്ര നന്നാവില്ല. ഇപ്പോൾ ഇത് എല്ലാം കൂടെ യോജിച്ച് കട്ടയൊന്നുമില്ലാതെ മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി.
ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കേണ്ട ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് എക്സസ് ആയിട്ടുള്ളത് അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു ഇഡ്ഡലി പാത്രത്തിലാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം ഇതുപോലൊരു സ്റ്റാൻഡും കൂടെ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിലും നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതൊന്ന് പ്രീഹീറ്റ് ആക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ബേക്കിങ്ങിൻ്റെ ടൈം എല്ലാവർക്കും കറക്റ്റായി എന്ന് വരില്ല. കാരണം ഓരോരുത്തരും എടുക്കുന്ന പാത്രത്തിനനുസരിച്ചാണ് കേട്ടോ ബേക്കിങ്ങിൻ്റെ ടൈം. അപ്പോൾ വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണം ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ കടായിലൊക്കെ വെക്കുമ്പോൾ സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ നിങ്ങളൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോഴാണ് ബേക്കായി വന്നത്. അപ്പോൾ ഞാനൊരു 35 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ക്യൂറുമ്മലൊന്നും ഒട്ടും പറ്റി പിടിക്കുന്നൊന്നുമില്ല. മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കേക്ക് ടിന്ന് പുറത്തെടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിലും അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. ഇനി കേക്ക് കഴിക്കുമ്പോൾ മാംഗോയുടെ ഫ്ലേവർ കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ മാംഗോയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു മാംഗോ കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്